ബംഗളൂരുവിൽ വീട്ടമ്മയെയും 7ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ മകളെയും വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ബംഗളൂരു വൈറ്റ് ഫീൽഡിലാണ് നാടിനെ നടുക്കിയ ഈ ദാരുണ സംഭവം ഉണ്ടായത്. വൈറ്റ് ഫീൽഡിൽ താമസിക്കുന്ന ചന്ദ്രശേഖറിന്റെ ഭാര്യ സുവർണ, ഇവരുടെ 13-കാരിയായ മകൾ താരുണ്യ എന്നിവരാണ് മരിച്ചത്. മകളെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയ ശേഷം അമ്മ സുവർണ സീലിംഗ് ഫാനിൽ തൂങ്ങി മരിച്ചതാണെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. കഴിഞ്ഞ ദിവസം രാവിലെ 11 മണിയോടെയാണ് ഇരുവരും വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. നഗരത്തിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ കമ്പ്യൂട്ടർ ഓപ്പറേറ്ററായ ഭർത്താവ് ചന്ദ്രശേഖർ രാവിലെ ജോലിക്ക് പോയിരുന്നു. ഇതിനുശേഷം ഭാര്യയെ ഫോണിൽ വിളിച്ചെങ്കിലും മറുപടി ലഭിച്ചില്ല. ഇതോടെ ചന്ദ്രശേഖർ തന്റെ സഹോദരനെ വിവരമറിയിക്കുകയായിരുന്നു. സഹോദരൻ വീട്ടിലെത്തിയെങ്കിലും ആരും വാതിൽ തുറന്നില്ല. തുടർന്ന് ജനലിലൂടെ നോക്കിയപ്പോഴാണ് സുവർണയെ സീലിംഗ് ഫാനിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മകളുടെ മൃതദേഹം കട്ടിലിൽ കിടക്കുന്ന നിലയിലായിരുന്നു. ഉടൻ തന്നെ ഇദ്ദേഹം പോലീസിനെ വിവരമറിയിച്ചു. മകളെ തലയിണ ഉപയോഗിച്ച് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയ ശേഷം സുവർണ ജീവനൊടുക്കിയതാണെന്ന് പോലീസ് സംശയിക്കുന്നു. വീട്ടിൽ നിന്നോ ഫോണിൽ നിന്നോ ആത്മഹത്യാ കുറിപ്പുകളോ മറ്റ് സന്ദേശങ്ങളോ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. അതേസമയം സുവർണ കുറച്ചു കാലമായി കടുത്ത വിഷാദ രോഗത്തിലായിരുന്നുവെന്ന് ഭർത്താവ് ചന്ദ്രശേഖർ പോലീസിന് മൊഴി നൽകി. താൻ മരിച്ചാൽ മകളെ ആര് നോക്കുമെന്ന ആശങ്ക അവർ ഇടയ്ക്കിടെ പങ്കുവയ്ക്കാറുണ്ടായിരുന്നു. കൂടാതെ തന്റെ ഹൃദയ സംബന്ധമായ അസുഖങ്ങളെക്കുറിച്ചോർത്തും ഭാര്യ എപ്പോഴും വേവലാതിപ്പെടാറുണ്ടായിരുന്നതായി ചന്ദ്രശേഖർ പറഞ്ഞു. കഴിഞ്ഞ തിങ്കളാഴ്ച രാത്രി ചന്ദ്രശേഖറും സുവർണയും മകളും പുറത്തെ ഒരു ഹോട്ടലിൽ നിന്നാണ് അത്താഴം കഴിച്ചത്. വീട്ടിലെത്തിയ ശേഷം താൻ കടുത്ത ക്ഷീണിതയാണെന്നും പിറ്റേ ദിവസം പ്രഭാത ഭക്ഷണം ഉണ്ടാക്കില്ലെന്നും സുവർണ പറഞ്ഞിരുന്നു. തിങ്കളാഴ്ച രാത്രി ഭാര്യയും മകളും ഒരു മുറിയിലും ചന്ദ്രശേഖർ മറ്റൊരു മുറിയിലുമാണ് ഉറങ്ങിയത്. ചൊവ്വാഴ്ച രാവിലെ പ്രാതൽ ഉണ്ടാക്കില്ലെന്ന് പറഞ്ഞിരുന്നതിനാൽ ഭാര്യയെ വിളിച്ചുണർത്താതെയാണ് താൻ ജോലിക്ക് പോയതെന്നും ചന്ദ്രശേഖർ വ്യക്തമാക്കി. സംഭവത്തിൽ ബംഗളൂരു പോലീസ് 2 FIRകൾ രജിസ്റ്റർ ചെയ്ത് വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, കൊട്ടാരക്കര മീഡിയ.